ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ കുട്ടികളുടെയും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടെന്ന് ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. വിഷ്ണു പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഓരോ കുട്ടിയുടെയും ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇതാണെങ്കിൽ ഇഷ്ടം, ഒരാൾക്ക് അത് ഇഷ്ടമല്ല, ഒരാളെ ആ വശത്തേക്ക് വരില്ല. നമ്മൾ ടീച്ചറാന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും അവിടെ ഇല്ല. ചെറിയ പിള്ളേരാന്ന് ആലോചിക്കണം. അപ്പോൾ ഒരുത്തിക്ക് ഗേൾ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല, അവൾക്ക് ആൺകുട്ടികളുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പം മിങ്കിൾ ചെയ്തിരുത്തുന്ന പരിപാടി ആ സ്കൂളിലില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നമുക്ക് ഇവിടെ ഇരിക്കേണ്ടത്. ഇങ്ങനെ എന്നെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം വീണ്ടും ഇങ്ങനെ നോക്കി. അപ്പം എനിക്ക് മനസ്സിലായി അടുത്ത കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് 2 അടിയായിരിക്കും തരാൻ പോണേ. അപ്പം ഞാൻ പറഞ്ഞ് മാറിയിരിക്കുക. ഇപ്പം ഇവളോട് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തോട് പറഞ്ഞു നീ അങ്ങ് മാറിയിരിക്കുന്നു പറഞ്ഞപ്പോഴല്ലേ ഇവളെന്ത് ചെയ്ത് അവൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച്, അതായത് എൻ്റെയാണ്, ഞാൻ വിടില്ല എന്നുള്ളത്. ഞാനപ്പോൾ ആലോചിച്ച്, ഓക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും, കുട്ടികളുടെ സൗഹൃദമൊക്കെ ആയിരിക്കും. ഇതല്ല, ലവ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റില്ല. പുള്ളിക്ക് എങ്ങനെയും പോയാൽ മതി എന്ന് അവിടുന്ന്. പുള്ളിക്ക് വേറെ നൈസ് സൈഡിൽ കൂടെ വേറെ വലിയൊക്കെ ഉണ്ട്. പക്ഷേ കാരണം നമ്മൾ എല്ലാ ദിവസവും ചെല്ലണമല്ലേ ക്ലാസ്സിൽ. അപ്പം നമുക്കറിയാലോ ഇവള് മറ്റേ അധികാര പരിപാടിയാണ്. അവനിഷ്ടല്ല. കാന്താരി എന്നല്ല പറയണ്ടേ, ഭയങ്കര ഡോമിനന്റ് ആ കുട്ടി. വിച്ച് ഇസ് ഭയങ്കര രസമാണ് പരിപാടി, ഭയങ്കര രസമാണ്. നമുക്ക് സിനിമ വേണമെങ്കിൽ ഉണ്ടാക്കാം അവിടെ നിന്ന്. ഓരോ കുട്ടികളെയും വെച്ച് നമുക്ക് ഓരോ കഥാപാത്രം സൃഷ്ടിക്കാം, അവർ വലുതായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കുറയ്ക്കും. കാരണം നമ്മൾ ചെന്ന് ഹെഡ് മിസ്ട്രസിനോട് പറയുമ്പോഴത്തേക്കും അവർ പറയും അവരെങ്ങനെയാണോ അവരെ അങ്ങനെ വിട്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനോട് നമ്മളിത് പറഞ്ഞാൽ അവരത് അതേ അളവിൽ എടുക്കണം എന്നില്ല. പാരൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി അങ്ങനെയല്ല, അപ്പം പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറ്റാൻ പോണേ, നമ്മളായിട്ട് മാറ്റില്ല. അപ്പം നമ്മൾ ഈ പതിയെ ഓരോന്നിന്ന് ഇങ്ങനെ ഡിറ്റാച്ചഡായി നമുക്ക് മനസ്സിലാവും എത്ര വളർന്നാലും എത്ര ചെറുതായാലും ഓരോരുത്തർക്കും അവരുമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. അപ്പോൾ ആ കൊച്ചിനോട് നമ്മൾ എന്തെങ്കിലും, ആ കുട്ടി എന്തെങ്കിലും വയ്യാണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്താ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവരങ്ങ് മാറിയിരിക്കും. ചില കുട്ടികൾ ഇവരുടെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ടീച്ചറെ എനിക്ക് വയ്യ, ടീച്ചറെ എനിക്ക് അങ്ങനെ ഇങ്ങനെ. അപ്പം നമ്മൾ ഇടപെടും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ രണ്ടും ക്രൂഷ്യലാണ്. നമ്മൾ ആ കുട്ടി വയ്യാണ്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പോയി അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിച്ച് അതിനെന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണം. ഇതൊരു ഒരു ബാലൻസിങ് ആണ്, എന്താണ് പ്രശ്നം എന്നുള്ളത്. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്, അനാവശ്യ കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. കാരണം നമ്മൾ ആരോട് പോയി കംപ്ലൈൻറ്റ് ചെയ്താലും അവർ പറയണത് നിങ്ങളുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല. കൊച്ചങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കും, ഇത് ടീച്ചറുടെ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഞാനാണ് പ്രശ്നക്കാരി. അപ്പം സൈലൻ്റ് ആയിട്ടിരിക്കുക, പഠിപ്പിക്കുക. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ആ കുട്ടി ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നപ്പോഴും പിള്ളേരെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു. വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴൊക്കെ ഞാൻ ഇത്രയും പ്രകടനത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ അവർക്ക് പഠനത്തിൽ നിന്നും ഒരു ബ്രേക്കായിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്, എൻ്റെ ക്ലാസ്. ഞാൻ ഡാൻസ് മാത്രമായിരുന്നില്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർ ബാക്കി ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവിടെ പോയിരിക്കും. ഞാൻ അന്നേരം ഡാൻസ് എടുക്കില്ല. ഞാൻ ആ ടീച്ചറുടെ ബുക്സ് മേടിച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ചുമ്മാ അവരുമായിട്ട് കുറേയും കൂടെ മിങ്കിളാവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ വരില്ലേ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മളെ പഠിപ്പിച്ച കുറേ സീരിയസ് ആയിട്ടുള്ള ടീച്ചർമാരില്ല, മറ്റേ കാറ്റ് പോലെ നമുക്കൊരു പഠിപ്പിക്കും, ഇത് കൂടെ ഇങ്ങ് പോകും, മറ്റേ ചുഴലിക്കാറ്റ് പോലെ തിരിച്ച് വരത്തുമില്ല, അന്ന് അങ്ങ് പോകും. അപ്പോൾ ഞാൻ ചില ടീച്ചേഴ്സ് ഉണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരൊന്ന് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ടീച്ചർ ലീവാണോ എന്ന് നമുക്ക് തോന്നുന്നില്ലേ. അതെന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് വ്യത്യാസം കൊണ്ടാ. അപ്പം അങ്ങനത്തെ ഒരു ടീച്ചർ ആവാനായിരുന്നു എനിക്ക് ഇഷ്ടം. അങ്ങനെ ടീച്ചിങ്ങിൽ നിന്നാണ് ഞാൻ പഠിച്ചത് പല കാര്യങ്ങളും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും. ഈ എവരി വൺ പ്ലീസിങ് പരിപാടി ഉണ്ടായിരുന്നല്ലേ? അത് തുടക്കത്തിലേ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്കതില്ല. തുടക്കത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നവർക്ക് വേണ്ടി ചെയ്യണം, ഇത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം, ഇത് അപ്പന് വേണ്ടി ചെയ്യണം, ഇത് ചേച്ചിക്ക് വേണ്ടി ചെയ്യണം. എനിക്കൊന്നും ഒരു 4-5 കൊല്ലം മുന്നേ നിർത്തി ആ പരിപാടി നിർത്തി. എല്ലാം എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ കൂടെ ഈ വാഴ നനയുമ്പോൾ ചീര നനയണ പോലെ അവർക്കും അങ്ങോട്ട് കിട്ടുന്നുണ്ട്. സീരിയസ്ലി, വിച്ച് ഇസ് ഗുഡ്. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും വളരും. എന്താ എപ്പോഴും മനസ്സിലാലോചിച്ച് റിപ്പീറ്റഡ്ലി ആലോചിക്കുന്നൊരു കോട്ട് ഉണ്ടാവില്ല, ഇപ്പം ലീവ് ലെറ്റ് ലീവ്, അങ്ങനെ ഉണ്ടോ? ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ ഒരു കോട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, നമുക്ക് എത്ര പൈസ ഉണ്ടായാലും എത്ര
വെൽത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് 2 കാര്യങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. വൺ ഈസ് ലവ് ആൻഡ് വൺ ഈസ് റെസ്പെക്റ്റ്. അത് നമ്മൾ ഏൺ ചെയ്തേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ പെർസ്പെക്റ്റീവ് മാറാൻ തുടങ്ങിയത് ആ മൊമെൻ്റ് തൊട്ടാണ്. ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറാവുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഭയങ്കര തെറ്റാണ്. അത് നമ്മൾ ഏൺ ചെയ്തെടുക്കണം. അത് ഏൺ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്സ്. ഒരു ദിവസം കൂടെ 2 ദിവസം കൂടെ കിട്ടുന്ന കാര്യമല്ല. പക്ഷെ അത് വൺസ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല. അത് ലൈഫ് ടൈമാണ്. അതുപോലെ തന്നെയാണ് ലവും. ലവിന് പല ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഏത് ലവ് ആണെങ്കിലും അതും നമ്മൾ ഏൺ ചെയ്തെടുക്കണ്ട. അത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുമോ? പൈസ കൊടുത്ത് കിട്ടുന്ന ലവ് ഉണ്ട്. അത് ആ പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് പോകില്ല. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും അത് ഉണ്ടെങ്കിൽ തന്നെ പകുതി നമുക്ക് സമാധാനം കിട്ടും. അപ്പോഴും നമുക്ക് രാത്രി സമാധാനമായിട്ട് ഉറങ്ങാം. എല്ലാം കറങ്ങി തിരിച്ച് അവിടെ വരുന്നത്. വിഷ്ണുവിന് അങ്ങനെ ലൈഫിൽ എനിക്കൊരു കോട്ട് തരാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനത്തെ ഒരു കോട്ട് പറയുന്നത് കേട്ടിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇതൊരു കോട്ടാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയൊരു കോട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരും വിശ്വസിക്കരുത്. അത് ഭയങ്കര ആരും വിശ്വസിക്കരുത്. അത് റിയലി ഡീപ്പ്. ആരും വിശ്വസിക്കരുത് ഈസ് വെരി 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 പ്രാക്ടിക്കൽ ഓൾസോ. ഭയങ്കര ഇത് ഇപ്പം ഭയങ്കര പേഴ്സണൽ സ്പേസിലാവാം, പ്രൊഫഷണൽ സ്പേസിലാവാം. പക്ഷെ ആ ഡിറ്റാച്ച്മെന്റ് വേണം. വേണം. അത് നമ്മൾ വിചാരിക്കുന്നത് എന്ത് ബിസിനസ്സിലോ ആണെന്നൊക്കെ. പക്ഷെ അല്ല, ഒരാളെയും വിശ്വസിക്കുക. പക്ഷെ അതില്ലേ, എനിക്ക് ചോദിക്കാമെന്നറിയില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കും കേട്ടോ. അത് നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്ക് ഈ സാധനം നമ്മൾ ചെറുപ്പത്തിൽ ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ, അങ്ങനെ വിഷ്ണു ഏത് പ്രായത്തിൽ എത്തിയിട്ട് ഒരു കാര്യമാണ് ചെറുപ്പത്തിലെ കേട്ടത് അയ്യോ ഇത് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് തോന്നിയത് ഒരു കാര്യം എന്താ? ഇൻഫാക്ച്വേഷൻ ആണത്. അതെങ്ങനെ മനസ്സിലായത്? ഇപ്പൊ നിന്റെ ഈ പ്രായത്തിൽ തോന്നുന്നത് അത് നിന്റെ ഇൻഫാക്ച്വേഷൻ മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല. ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലേ മറ്റേ 6 മണിക്ക് പോകേണ്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ സഹലമോൾ ബസ് പിടിക്കുന്നത്. ഇതിനു വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. മീൻസ് ഈ ഹോർമോണിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചേഞ്ച് ഇത് മാറും. ഈ ആളുകൾ പറയും ഇത് ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ് മോനെ, കണ്ണകലുമ്പോൾ മനസ്സകലും എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഉള്ളിലേക്ക് എടുക്കില്ല. ഐ വാസ് എ സീരിയസ് ഫിലിം ഓഫ് ഗൗതം മേനോനായിരുന്നു നമ്മുടെ ഓൾ ടൈം ലവ് ഗുരു. അപ്പൊ അത് ഉണ്ടാവൂല. അത് ഭയങ്കര കാര്യമായിരുന്നു. ഇൻഫാക്ച്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ലവ് ഉണ്ട്. അത് ഭയങ്കര സത്യമാണ്. അത് ശരിയാ. ഭയങ്കര വിഷ്ണുവിന് ഒരു ഇന്റർവ്യൂ എടുക്കാം. There is lot of things. ഉള്ളിൽ നിന്ന് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്, പഠിക്കാനും ഉണ്ട്. അതെ അതെ അതെ. അടിപൊളി. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ടൈം. താങ്ക് യു സോ മച്ച് വിഷ്ണു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഒരുപാട് മുന്നോട്ട് പോകട്ടെ, പടങ്ങൾ വരട്ടെ. ആൻഡ് ഫിൽമോഗ്രഫിയുടെ അപ്പുറത്ത് അവാർഡ്സ് റെക്കഗ്നേഷൻ ആ ഒരു സെക്ഷൻ കൂടി വരണം. ആൻഡ് IMDbയിൽ ഓരോ ആർട്ടിസ്റ്റിനെ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ്, അവിടെ പോയി IMDbയിൽ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ മെറിൽ സ്ട്രീപ്പിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ആ സമാധാന സ്പേസിലേക്ക് സമാധാനം എത്തട്ടെ ഗ്രേസ്. ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വിഷ്ണുവിൻ്റെ ഗ്രോത്തും ഞാനും കാണുന്നുണ്ട്. സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ഓഫ് യു. ഇനിയും വലിയ വലിയ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ വിഷ്ണുവിൻ്റെ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ അവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.